ഇനി പാർട്ട് എയിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പാർട്ട് എയിൽ എലിമിനേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്നായിരിക്കും നമുക്ക് വരുന്നത്. കൂടുതലും മോസ്റ്റ്ലി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫംഗ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. നമുക്ക് 3 മാർക്കിനായിരിക്കും നമുക്കത് ചോദിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷനിൽ ഒരു പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇത് നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാർട്ട് എയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ. നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലോട്ട് നോക്കുകയാണെങ്കിൽ പാർട്ട് ബിയിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമുക്ക് മെത്തേഡ്സുകളായിരുന്നു ഉള്ളത്. ഇനി മെത്തേഡ്സ് ഓഫ് ലെഗ്രാഞ്ചി, ചാപ്പിറ്റ്സ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, അങ്ങനെ 3 മെത്തേഡ്സ് ഉണ്ട്. പാർട്ട് ബിയിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആർബിട്രറി കോൺസ്റ്റന്റിൽ തന്നെ നമുക്കൊരു വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. ആർബിട്രറി കോൺസ്റ്റന്റ് നമുക്ക് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റിനകത്ത് തന്നെ നമുക്ക് അതിന് തന്നെ ഒരു സബ് ഡിവിഷൻ നമുക്കൊരു വേർഡ് പ്രോബ്ലംസ് ചോദിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്ഫിയറിൻ്റെ കേസൊക്കെ നമുക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. പ്ലെയിൻസ്, സ്ഫിയറിൻ്റെ കേസസ് ഒക്കെ ചോദിക്കും. അത് നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഈസിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ 7 മാർക്സ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ലഗ്രാഞ്ചി ആണ്. ലഗ്രാഞ്ചിയുടെ എന്ന് പറയുമ്പം ലഗ്രാഞ്ചി നമുക്ക് ഷുവറായിട്ട് നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലഗ്രാഞ്ചി. ലഗ്രാഞ്ചിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്. ലഗ്രാഞ്ചി നമുക്ക് ഏത് ടൈപ്പ് ചോദിച്ചാലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു 2-3 മാർക്സ് നമുക്ക് കിട്ടും. അതും 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ലഗ്രാഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നുകിൽ നമുക്ക് ചാർപിറ്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്, ചാർപിറ്റ്സ്, ഓർ നമുക്ക് സെപ്പറേഷൻസ് ഓഫ് വേരിയബിൾസ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഇതൊക്കെയായിരിക്കും നമ്മുടെ ലഗ്രാഞ്ചി ആയിരിക്കും കൂടുതലും. ലഗ്രാഞ്ചി, അത് നമുക്ക് ചാർപിറ്റ്സ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് പാർട്ട് ബിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് ലഗ്രാഞ്ചി ലീനിയർ ഇക്വേഷൻസ് വെച്ച് ലഗ്രാഞ്ചിയുടെ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത്. സോൾവ് എന്ന് പറഞ്ഞേ നമ്മുടെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഒരിക്കലും നമുക്ക് പറയത്തില്ല ലഗ്രാഞ്ചി വെച്ച് സോൾവ് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് റെയറായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആദ്യമേ ഇത് ലഗ്രാഞ്ചി ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വേണം നമ്മൾ ആദ്യം നോക്കാം. ലഗ്രാഞ്ചിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് PP പ്ലസ് QQ ഈസ് ഈക്വൽ ടു R. ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ലഗ്രാഞ്ചി യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു PP പ്ലസ് QQ ഈസ് ഈക്വൽ ടു R, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ നമുക്ക് ലഗ്രാഞ്ചി വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ലഗ്രാഞ്ചി വെച്ച് സോൾവ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്ക് ലഗ്രാഞ്ചിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ് ആണ് വേണ്ടത്. ലഗ്രാഞ്ചീസ് സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ്. ലഗ്രാഞ്ചി സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ് എന്തായിരുന്നു? dx by p is equal to dy by q is equal to dz by r. ഇതായിരുന്നു നമ്മുടെ ലഗ്രാഞ്ചിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ്. ഇനി നമുക്ക് ക്യാപിറ്റൽ Q ആണ്. നമുക്കിനി ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് dx by നമ്മുടെ p എന്താണ്, നമ്മുടെ സ്മോൾ പിയുടെ കോഎഫിഷ്യന്റ് ടേമായ നമുക്ക് y² പ്ലസ് z², then dy by ക്യാപിറ്റൽ Q എന്തായിരുന്നു, നമ്മുടെ സ്മോൾ ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ നമ്മുടെ xy, then dz by നമുക്ക് r എന്താണ്, നമ്മുടെ മൈനസ് xz ആയിരുന്നു നമുക്ക് വരുന്നത്. നമുക്കിനി ഈ ഒരു ടേമിൽ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ടറി ഇക്വേഷൻസ് എഴുതിയ ടേംസിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഈ dx by നമ്മുടെ സ്മോൾ പിയുടെ കോഎഫിഷ്യൻ്റ് ആയ y² പ്ലസ് z², dy by നമ്മുടെ സ്മോൾ ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ മൈനസ് xyയും, dz by നമ്മുടെ ആറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ ആറിൻ്റെ ടേം നമുക്ക് ഈക്വൽസ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഏതാണ്, മൈനസ് xz. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 2 മെത്തേഡ്സ് ആണ് നമുക്ക് ലഗ്രാഞ്ചി സോൾവ് ചെയ്യാൻ നമുക്കുള്ളത്. മെത്തേഡ് ഓഫ് 2 മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു നമുക്ക്? മെത്തേഡ്സ് നമ്മൾ 2 മെത്തേഡ്സ് ആയിരുന്നു നമുക്ക്. മെത്തേഡ് ഓഫ് ഗ്രൂപ്പിങ്ങും ദെൻ നമുക്ക് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനും. ഇങ്ങനെ 2 മെത്തേഡായിരുന്നു നമുക്ക് ലഗ്രാഞ്ചിയിൽ ഉള്ളത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഈ 2 മെത്തേഡും നമുക്ക് യൂസ് ചെയ്യണം. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇതിനകത്ത് എങ്ങനെ നോക്കാം. ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമുക്ക് സിമിലർ
ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്രൂപ്പിംഗ് എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ലഗ്രാഞ്ച് സബ്സിഡിയറി ഇക്വേഷൻസ് നിങ്ങൾ നോക്കി നമുക്ക് സിമിലർ ആയിട്ട് നമുക്ക് ഇതും അതായത് dy ബൈ മൈനസ് എക്സ് വൈ dz ബൈ മൈനസ് എക്സ് സെഡ് സിമിലർ ടേംസ് അല്ലെ, നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് വഴി നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ നമുക്ക് ഇതിനെ നമുക്ക് പറ്റത്തില്ല, ഇത് നമുക്കൊരു ഡിസിമിലർ ടേം ആണ്, ഇത് സിമിലർ ടേംസ്, ഇതൊരു ഡിസിമിലർ ടേം ആണ്. സോ നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് നമുക്ക് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സെക്കൻഡ് മെത്തേഡും യൂസ് ചെയ്യണം. ഫസ്റ്റിലെ നമുക്ക് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. മെത്തേഡ് ഓഫ് ഗ്രൂപ്പിങ്ങിന് വെച്ചിട്ട് ഫ്രം ലാസ്റ്റ് ടു ഫ്രാക്ഷൻസ്, നമുക്ക് ലാസ്റ്റ് ടു ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. dy ബൈ മൈനസ് എക്സ് വൈ dz ബൈ മൈനസ് എക്സ് സെഡ്. ഹിയർ നമുക്ക് ഈ മൈനസ് എക്സ് സെഡ് ക്യാൻസൽ ആയി പോകും. ദെൻ നമുക്ക് കിട്ടുന്നത് dy ബൈ y ദെൻ dz ബൈ z എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ഇനിയും ജസ്റ്റ് നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഓൺ ഇന്റഗ്രേഷൻ ജസ്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. dy ബൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് log y എന്നും dz ബൈനെ ചെയ്യുമ്പോൾ log z എന്നും നമുക്ക് കിട്ടും. പ്ലസ് നമുക്കൊരു കോൺസ്റ്റന്റ് ടേമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ. സോ നമ്മൾ അതിനെ നമുക്ക് log a എന്ന് വിളിക്കാം. ഇവിടെ നിന്നോട്ട് നമുക്ക് ഈ ഒരു ടേമിനെ നോക്കിക്കുക, log y, ഈ ലോഗ് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് log z ഈക്വൽ ടു log a. സോ log a മൈനസ് log b, ആ ഒരു ഫോർമാറ്റിലൊക്കെ നമുക്ക് log a ബൈ b എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായോ? നമുക്ക് log a മൈനസ് log b എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് log ഓഫ് a ബൈ b നമുക്ക് അങ്ങനെ റൈറ്റ് ചെയ്യാം. സോ log y മൈനസ് log z നെ എനിക്ക് log y ബൈ ഇങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്യാം. ദെൻ log a. സോ ഹിയർ നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ പവറോടെ നമുക്ക് രണ്ട് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് log ക്യാൻസൽ ആയി പോകും. ദെൻ നമുക്ക് y ബൈ z ഈസ് ഈക്വൽ ടു a, നമ്മുടെ ഒരു കോൺസ്റ്റന്റ് നമുക്ക് a എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടി y ബൈ z. നെക്സ്റ്റ് നമുക്ക് അടുത്ത കോൺസ്റ്റന്റിനെ വേണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകണം. അതാണ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനകത്ത് നമുക്ക് മൾട്ടിപ്ലൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് മൾട്ടിപ്ലയർ വേണം. മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ LMN ഇത് മൂന്നാണ് നമ്മുടെ മൾട്ടിപ്ലയേഴ്സ്. ഈ മൾട്ടിപ്ലയേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ LMN നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു ഈക്വേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് 0 ആക്കണം. 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LMN നമ്മൾ കൊടുക്കുന്നത്. 0 ആക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഈ LMN എന്ന് പറയുന്നത്. വേറെ സ്പെഷ്യൽ കേസസ് ഒക്കെ വേറെ ഉണ്ട്. നോർമലി ഉള്ളൊരു പ്രോബ്ലത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. LMN നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡിനോമിനേറ്റർ ടേമിനെ നമുക്ക് 0 ആക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷനകത്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഇവിടെ ഞാൻ ഏത് മൾട്ടിപ്ലയർ, എനിക്കിതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് LMN, ഈ മൾട്ടിപ്ലയേഴ്സ് ഏതാണെന്ന് എനിക്ക് ആദ്യം തന്നെ ഫൈൻഡ് ചെയ്യണം. മൾട്ടിപ്ലയേഴ്സ് ആരാണെന്ന് ഫൈൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഒരു ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ വഴി എനിക്ക് അടുത്തൊരു കോൺസ്റ്റന്റിനെ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു LMN ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കണം. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ, നമ്മുടെ സബ്സിഡിയറി ഇക്വേഷനോട് നമ്മൾ നോക്കുക. അവിടെ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അവരൊക്കെ 0 ആവുന്നുണ്ടോ നമുക്ക് നോക്കണം. നമുക്കിവിടെ പുതിയതായിട്ട് XYZ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. XYZ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. ഇവിടെ ഞാനൊരു XYZ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഡിനോമിനേറ്റർ പാർട്ട് നമുക്ക് 0 ആകുമോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഞാനൊരു x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാനൊരു y കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാനൊരു z കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്കൊരു മൈനസ് ആ ഒരു y സ്ക്വയർ z സ്ക്വയർ x സ്ക്വയർ ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് എനിക്കൊരു 0 ആയി പോകും. ഇവിടെ എനിക്കൊരു x, ഇവിടെ ഒരു y, ഇവിടെ ഒരു z ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം എനിക്ക് ത്രൂ ഔട്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 0 ആയി പോകും. സോ എനിക്ക് XYZ എനിക്ക് ഇവിടെ മൾട്ടിപ്ലയർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ കേസസിലും XYZ തന്നെ മൾട്ടിപ്ലയേഴ്സ് ആകണമെന്നില്ല. നമുക്ക് മൾട്ടിപ്ലയേഴ്സ് ഒരുപാട് ഒരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്.
മൾട്ടിപ്ലയേഴ്സ് നമുക്ക് എക്സ് വൈ സെഡ് നമ്മൾ ഒരുപാടെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ 1 1 1 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ 1/x 1/y 1/z ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലയേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതല്ലാതെ ഒരുപാട് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മൾട്ടിപ്ലയേഴ്സ് ഏതും കൊടുക്കാം. ഞാനിപ്പോൾ എക്സ് വൈ സെഡ് കൊടുത്തെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും കൊടുക്കാം. പക്ഷേ നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ കേസ് നമുക്ക് 0 ആകണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. യൂസിങ് മൾട്ടിപ്ലയേഴ്സ് എക്സ് വൈ സെഡ്. ഹിയർ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് പോകുമ്പം നമുക്ക് എൽ ഡി എക്സ് പ്ലസ് എൽ ഡി വൈ അങ്ങനെയാണ് നമുക്ക് പോകുന്നത്. സോ ഞാൻ ആ ഇക്വേഷൻ്റെ ബേസിസിൽ ഞാൻ ഈ ഒരു സബ്സിഡറി ഇക്വേഷനെ ഞാൻ റൈറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ഡിനോമിനേറ്ററിൻ്റെ കേസ് നമുക്ക് 0 ആയി പോകുന്നില്ലേ? ഞാൻ പറയുന്നത് നോക്കിക്കേ, ഇതിനകത്ത് എക്സ് വൈ സ്ക്വയർ എക്സ് സെഡ് സ്ക്വയർ ആവും. എക്സ് മൈനസ് ഓഫ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് ഈ ഡിനോമിനേറ്റർ 0 ആയി പോകും. സോ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് ബൈ 0 എന്ന് എഴുതാം. ഇവിടെ നിന്നുകൊണ്ട് എനിക്കിതിനെ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് എന്ന് എനിക്ക് കിട്ടും. സോ ഇവിടെ എനിക്കിനി ജസ്റ്റ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ സ്റ്റെപ്പിലെ കൂട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് ബിനെയും കിട്ടും. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2. ഈ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈസ് ഈക്വൽ ടു എൻ്റെ ആ 0നെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത കോൺസ്റ്റൻ്റ് ആണ് എൻ്റെ ബി. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസിക്കൽ ടു 2b എന്ന് എഴുതാം. ഈ ബിനെ എനിക്ക് 2b എന്നുള്ള ടേമിൽ എനിക്ക് ഇത് ഹോൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ബി എന്ന് എനിക്ക് വിളിക്കാം, ബി എന്ന് വിളിക്കാം. ഇതെൻ്റെ എ. സോ ഇനി എൻ്റെ സൊല്യൂഷനെ ഞാൻ എങ്ങനെ റൈറ്റ് ചെയ്യാം? ഫൈ ഓഫ് എ കോമ ബി ഇസിക്കൽ ടു 0 എന്നാണ് എനിക്ക് എഴുതേണ്ടത്. സോ എൻ്റെ ഫൈനൽ ആൻസറിന് എനിക്ക് ഫൈ ഓഫ് എ കോമ ബി എന്നാണ് എനിക്ക് എ കോമ ബി ഇസിക്കൽ ടു 0 എന്നാണ് വേണ്ടത്. സോ ഫൈ ഓഫ് എൻ്റെ ഫസ്റ്റ് എൻ്റെ എ എന്തായിരുന്നു? വൈ ബൈ സെഡ്. ദെൻ എൻ്റെ ബി എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇത്രയുള്ള നമ്മുടെ ലഗ്രാഞ്ചി. ഇത് നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ നോർമലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റുഡൻസ്, സെമിസ്റ്റർ 3 മാത്സ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ആതിര മിസ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പറഞ്ഞു തന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഈ മൊഡ്യൂൾസ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. മിസ് എന്താ പറയുക? നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസ് വേണ്ടവർക്ക് സാറിനെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ പ്രൈവറ്റ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാ മൊഡ്യൂൾസിൻ്റെയും നമുക്ക് ചെയ്ത് കൊടുക്കാം.